മേയർ ബഡായി കേൾക്കാം. തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് പണം കായ്ക്കുന്ന മരമാണ്. ആ മരം ഒരു 8 വർഷത്തോടെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു ശുചീകരണ തൊഴിലാളി തൊട്ട് ഏതെങ്കിലും ജീവനക്കാർ ലോകത്തെവിടെയെങ്കിലും, കേരളത്തിലല്ല ലോകത്തെവിടെയെങ്കിലും ചെന്നാൽ നിങ്ങളെ ഇരു കൈയും തീട്ടി സ്വീകരിക്കും. കാര്യം ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന രാജ്യത്തിനകത്ത് പാർലമെന്റിനേക്കാളും പ്രധാനമന്ത്രിയും പ്രസിഡന്റിനേക്കാൾ വലിയ സംഭവമായി മാറുമെന്ന് അടിച്ചു വിടാനുള്ള ആ ഒരു പ്രത്യേക കഴിവുണ്ടല്ലോ. ഒന്ന് കേട്ടെ. ഇതൊന്നുമല്ല നമ്മുടെ കപ്പാസിറ്റി. 5000 ബാഗോ 4000 കിറ്റോ കൊടുക്കാൻ പറ്റുന്നൊന്നുമല്ല തിരുവനന്തപുരം കോർപ്പറേഷന്റെ കപ്പാസിറ്റി. തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ അല്ല ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കോർപ്പറേഷനാണ് എന്നുള്ള കാര്യം നിങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കണം. 8 മാസം ഭരണത്തിന് നേതൃത്വം കൊടുത്തപ്പോഴേക്കും ഞങ്ങൾക്ക് ഇത്രത്തോളം ജീവനക്കാരെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട. നമ്മുടെ സ്വപ്നത്തിലുള്ള കോർപ്പറേഷനായി തിരുവനന്തപുരം കോർപ്പറേഷൻ മാറിക്കഴിഞ്ഞാൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു ശുചീകരണ തൊഴിലാളി അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗിലെ ജീവനക്കാർ അല്ലെങ്കിൽ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. പാവപ്പെട്ട സംഘികളെ എങ്ങനെയൊക്കെയാണ് പറ്റിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ കാണുന്നത്. ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തലസ്ഥാനത്തിനകത്ത് നിരവധി കമ്പനികൾ ഉണ്ടല്ലോ. കമ്പനികളെ വിളിച്ച് മേയർ കെയർ, ഒരു ഓഡിറ്റും ഇല്ല, ഒന്നുമില്ല, ഫണ്ട് എന്റെ അക്കൗണ്ടിലോട്ട് ഇട്ടരെ എന്നൊരു രീതിയിൽ പിരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ പിരിച്ചെടുത്തത് എത്രയെന്ന് അറിയാതിരിക്കാൻ അതിൽ നിന്നൊരു വിഹിതം എടുത്ത് ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ. 10 കോടി പിരിച്ചതിന് ശേഷം ഒരു 1 കോടി അങ്ങ് കളഞ്ഞാൽ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ 1 കോടി കൊണ്ട് കുറെ ഏറെ പേർ സംതൃപ്തരാകും. മറു സൈഡിൽ കൂടെ നമ്മളെ കച്ചവടം നടത്താം. ഇതാണ് മേയർ കെയർ പദ്ധതിയിലൂടെ അദ്ദേഹം നടപ്പാക്കിയ കാര്യം. അല്ലാതെ BJP-ക്കാരെല്ലാം കൂടി പിരിവിട്ട് ചെയ്ത കാര്യമല്ല. ഈ നാട്ടിലെ കമ്പനികളുടെ CSR ഫണ്ട് അത് വാങ്ങിയെടുത്ത് മാക്സിമം നമുക്ക് ഒപ്പിക്കാൻ പറ്റുന്നത് 5 വർഷത്തിനകം ഒപ്പിക്കണം. അതിനുവേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തോ നന്മയുള്ള കാര്യമാക്കി മാറ്റാൻ കണ്ടെത്തിയ ഒരു പോംവഴിയാണ് കിറ്റ് വിതരണം. ജീവനക്കാർക്കായിട്ടുള്ളവർക്ക് കോർപ്പറേഷൻ കിറ്റ് കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. പക്ഷേ കോർപ്പറേഷൻ ആ കിറ്റ് ജീവനക്കാർക്ക് കൊടുക്കുമ്പോൾ ഇതൊന്നും കിട്ടാത്ത ആയിരക്കണക്കിന് മനുഷ്യർ തിരുവനന്തപുരം കോർപ്പറേഷൻ അകത്ത് തന്നെ താമസിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലം കൂടി ആയപ്പോൾ വെള്ളവും കയറി ദുരിതത്തിൽ കിടക്കുകയാണ്. അവർക്കൊക്കെ കൊണ്ട് കൊടുത്തിട്ട് ഈ ബടായി അടിച്ചാൽ കൊള്ളാം. കാര്യം സർക്കാർ ജീവനക്കാരെന്നുള്ള നിലയ്ക്ക് കൈ നിറച്ച് ശമ്പളം വാങ്ങുന്നവർക്ക് വീണ്ടും കിറ്റും കൂടി കൊടുക്കുമ്പോൾ അത് ഞങ്ങൾക്ക് ജീവനക്കാരോടുള്ള സ്നേഹമല്ല, ജീവനക്കാരെ ഉള്ളവരുടെ പതപ്പിക്കലാണ്. ആ പതപ്പിക്കലിലൂടെ അവരെ ഒപ്പം നിർത്തിയ നമ്മുടെ കച്ചവടങ്ങളെല്ലാം എളുപ്പമാക്കാം. അപ്പോൾ അവരെ സ്വാധീനിക്കാൻ എന്ത് ചെയ്യണം? അതിന് ചില നുണുക്ക് കൈകൾ പ്രയോഗിക്കണം. അതിന് ഈ കിറ്റ് കൊടുപ്പ് വിദഗ്ധനായിട്ടുള്ള ഒരാൾ ഒപ്പം ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം തലസ്ഥാനത്ത് നേരത്തെ വഹിച്ചിരുന്ന ഒരു പദവിയും അവിടുത്തെ സംഘടന പിടിച്ചെടുക്കാൻ വേണ്ടി പ്രയോഗിച്ച അതേ കിറ്റ് വിതരണം രാജേഷിനെ കൊണ്ട് കോർപ്പറേഷനിൽ നടത്തിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ റിയാലിറ്റി. അതാരാണ് അവിടുത്തെ കൗൺസിലർ എന്ന് പറഞ്ഞാൽ തലസ്ഥാനത്ത് ഏറെ വിവാദം സൃഷ്ടിച്ചിട്ടുള്ള ഒരു മുൻ മാധ്യമപ്രവർത്തകന്റെ ലേബലുള്ള വ്യക്തിയാണ് എന്ന് മാത്രം പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് ഈ കിറ്റ് വിതരണം അത്ര നിഷ്കളങ്കമല്ല. അത് ജീവനക്കാരെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയുള്ള നഗരസഭയുടെ ഏറ്റവും പുതിയ തന്ത്രമാണ്. എത്ര ലക്ഷം രൂപ ഇതിന്റെ പേരിൽ പിരിച്ചു എന്ന കണക്ക് പുറത്തേക്ക് വിട്ടിട്ട് അതിനകത്ത് നിന്നാണ് ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ അന്തസ്. അല്ലാതെ ഉടച്ചതിന്റെ ഒരു വിഹിതം കൊടുത്തിട്ട് ബാക്കി മൊത്തം കൊണ്ടുപോകുന്ന ആ തന്ത്രമൊക്കെ നാട്ടുകാർക്ക് മനസ്സിലാവുമെന്ന് മാത്രമേ മേയറുടെ ഈ ബഡായി അടിക്ക് മറുപടി പറയാനുള്ളൂ.